അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒരുപക്ഷേ ഈ പരാതി കേരളത്തിൽ നിന്ന് അയച്ചതുകൊണ്ടായിരിക്കുമോ? ഈ കേരളത്തിൻ്റെ നട്ടല്ലേ എന്ന് പറയുന്ന ആരാ? പ്രവാസികളാണേ. ഈ ലോക ഉടായിപ്പ് സഭയൊക്കെ ആരെ രക്ഷിക്കാനാ? പ്രവാസികളെ രക്ഷിക്കാനല്ലയോ? അപ്പോൾ കാനഡയിലും അമേരിക്കയിലും ഒക്കെയുള്ള ഏതെങ്കിലും കുരുവിക്കുഞ്ഞുങ്ങൾ അവരുടെ കഥനകഥകൾ ഇമെയിൽ ചെയ്താൽ അതിന് മുൻഗണന കൊടുക്കും. പ്രത്യേകിച്ചും പീഡകൻ പ്രതിപക്ഷ ചാത്തന്മാരുടെ ഇടയിലെ പ്രമുഖനും നമ്മുടെ മൂട്ടിൽ തീ പിടിപ്പിക്കുന്നവനുമാണെങ്കിൽ ഉടനടി നടപടിയാണ്. ഇത് നമ്മുടെ 24 ക്യാരറ്റ് പാർട്ടിയിലെ ഒരു വലിയ സാംസ്കാരിക പ്രമുഖനെതിരെ പീഡനാരോപണം വന്നാൽ നമ്മുടെ സാധാരണ നടപടി 12 കത്തെങ്കിലും അയക്കണമെന്നാണ്. എന്നിട്ടും ഇവിടെ നമ്മൾ അത്രയും കലിയുഗവരതനായ ഒരു രാജാവായതുകൊണ്ടാണ് കേവലം 6 കത്തുകൾ എഴുതിയപ്പോൾ ആ കേസ് പോലീസിന് കൈമാറിയത്. കൈയടിക്കേണ്ടതല്ലേ? സാധാരണഗതിയിൽ നമ്മുടെ ഇടയിലെ ഒരു പീഡനമാണെങ്കിൽ എങ്ങനെയാണ്? നമ്മുടെ വാലം കമ്മീഷനെ വെച്ച് ആ തീവ്രത അളക്കുന്ന ISI സ്റ്റാൻഡേർഡുള്ള മെഷീൻ കൊണ്ടുവന്ന് അതിൻ്റെ തോത് നിർണ്ണയിക്കും. അത് അതിതീവ്രമാണോ മീഡിയമാണോ അതിൽ താഴെയോ ആണെന്നോ അവർ കൃത്യമായി കൃത്യമാണ് കണ്ടുപിടിക്കുകയും ചെയ്യും. പക്ഷേ അതിനു പോലും ഇട കൊടുക്കാതെ നമ്മുടെ പൊന്നു തിരുമനസ് പോലീസിന് അന്നേരം തന്നെ കേസ് കൈമാറിയിട്ടും പ്രകാശഗോപുരവും കരുണാമയനുമായ നമ്മുടെ ദൈവത്തെ ഈ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? അത്ര മാത്രമേ ചോദിക്കുന്നുള്ളൂ.